السلام عليكم ورحمة الله وبركاته. بسم الله ما شاء الله لا قوة إلا بالله. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. الحمد لله. الله سبحانه وتعالى അവൻ്റെ മഹളായ ഫള് കൊണ്ട് ഇരുലോക വിജയം ആഫിയത്ത് നമുക്കൊക്കെ പ്രദാനം ചെയ്യട്ടെ. നമ്മുടെ ക്ലാസ് മുടങ്ങാതെ കേൾക്കുന്ന, കമൻറ്റിൽ സന്തോഷം പറയുന്ന, കൽബ് നിറച്ച് ദുആ ചെയ്യുന്ന ഒട്ടനവധി സഹോദര സഹോദരിമാർ, ഉമ്മ ഉപ്പമാർ, എല്ലാവർക്കും അള്ളാഹു ബറക്കത്ത് നൽകട്ടെ. നമ്മുടെ എല്ലാ പ്രയാസങ്ങളും രോഗങ്ങളും കടങ്ങളും അള്ളാഹു മാറ്റിത്തരട്ടെ. നമ്മുടെ മരിച്ചുപോയ വേണ്ടപ്പെട്ടവരുടെ ഖബർ സ്വർഗീയ ആനന്ദത്തിലാക്കി കൊടുക്കട്ടെ. എല്ലാ മുഅ്മിനാത്തുകൾക്കും മഗ്ഫിറത്ത് കൊടുക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അൽഹംദുലില്ലാഹ്. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധമായ വെള്ളിയാഴ്ച, ഈ വെള്ളിയാഴ്ചയുടെ പ്രത്യേകത സഫർ മാസത്തിൻ്റെ ലാസ്റ്റ് വെള്ളിയാഴ്ചയുടെ പകൽ മുഹൂർത്തം. പരമാവധി പ്രിയപ്പെട്ടവരെ, നന്മ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ, പറയാൻ പറ്റുമോ, കേൾക്കാൻ പറ്റുമോ, കാണാൻ പറ്റുമോ, ആ നന്മകളിലൊക്കെ നമ്മൾ പ്രസൻ്റ് ആകണം, ഭാഗവാക്കാകണം. കാരണം പുണ്യമാക്കപ്പെട്ട ഒരു ദിവസമാണ്, ഒരു മാസത്തിൻ്റെ ലാസ്റ്റ് വെള്ളിയാഴ്ച കൂടെയാണ്. അൽഹംദുലില്ലാഹ്. അത് ഏതൊക്കെ ചെയ്യണം, എന്തൊക്കെ ചെയ്യണം, നമ്മൾ ഒരുപാട് ക്ലാസ്സുകളിൽ പറഞ്ഞിട്ടുണ്ട്. മാക്സിമം പ്രത്യേകിച്ച് അൽ കഹ്ഫ് പാരായണം ചെയ്യുന്നത്, അത് ആണും പെണ്ണും എല്ലാവരും വേണം. പരിശുദ്ധമായ സ്വലാത്ത് 300-ൽ കുറയാതെ പാരായണം ചെയ്യണം. സ്വതക്ക, ഹദിയകൾ ഇന്ന് വലിയ പുണ്യമുള്ളതാണ്. സഹോദരന്മാരെ സംബന്ധിച്ചിടത്തോളം മാതാപിതാക്കളുടെ വേണ്ടപ്പെട്ടവരുടെ ഖബർ സിയാറത്ത് വലിയ പോരിശുള്ളതാണ്. ഇന്ന് അസർ കഴിയുമ്പോൾ ദുആക്ക് ഭയങ്കര ഇജാബത്താ, എന്ത് ചോദിച്ചാലും കിട്ടും. ഇന്ന് അസർ കഴിയുമ്പോൾ വെള്ളിയാഴ്ച പരമാവധി ഉപയോഗപ്പെടുത്തണം. അൽഹംദുലില്ലാഹ്. അല്ലാഹു എല്ലാ ഖൈറും ഉപയോഗപ്പെടുത്താൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന ടോപ്പിക്ക്, പ്രിയപ്പെട്ടവരെ, നാളെ ശനിയാഴ്ച, നാളെയുടെ മഗ്രിബ് വാങ്കോടെ പ്രവാസ ലോകത്തൊക്കെ വിദേശത്തൊക്കെ പല സ്ഥലങ്ങളിലും പിറ കാണാൻ സാധ്യതയുണ്ട്. റബീഉൽ അവ്വലിൻ്റെ പിറ. അങ്ങനെയാണെങ്കിൽ അവർക്ക് നാളെ പിറ കണ്ടാൽ നാളത്തെ രാത്രി, അസ്തമാന രാത്രി എന്ന് പറയുന്നത് റബീഉൽ അവ്വലിൻ്റെ ആദ്യ രാവാകും. ഞായറാഴ്ച, മറ്റന്നാൾ കേരളക്കാരായി നമ്മെ സംബന്ധിച്ചിടത്തോളം സഫർ 29. അപ്പം ഞായറാഴ്ച മഗ്രിബ് വാങ്കോടെ പിറ കണ്ടു എന്ന് ബോധ്യപ്പെട്ടാൽ പരിശുദ്ധമായ റബീഉൽ അവ്വലിൻ്റെ ആദ്യ രാവ് കയറി വരും. അപ്പം എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ ചൊല്ലണം, നമ്മൾ ഇപ്പോൾ തന്നെ അറിഞ്ഞു വെക്കേണ്ട പ്രധാനപ്പെട്ട ഒരു 5 കാര്യങ്ങൾ. കൂടുതലൊന്നുമില്ല. ഇത് ചെയ്യാൻ കഷ്ടപ്പാടുള്ള വല്ലതുണ്ടോ? ഒന്നുമില്ല. വളരെ സിമ്പിളായിട്ട് നമ്മളൊന്ന് മനസ്സ് കൊടുക്കണമെന്ന് മാത്രം. പരിശുദ്ധമായ റബീഉൽ അവ്വൽ എന്ന് പറയുന്നത് പ്രധാന വസന്ത മാസമാണ്. പേര് തന്നെ ആദ്യ വസന്തം എന്നാണ്. മുഅ്മിനീങ്ങളുടെ ഖൽബ് മുഴുവൻ വസന്തം നിറഞ്ഞു നിൽക്കുന്ന, മുസ്ലിം ഉമ്മത്ത് മുഴുവൻ സ്നേഹത്തോടെ, ആദരവോടെ, ബഹുമാനത്തോടെ, റെസ്പെക്റ്റോടെ കാണുന്നൊരു മാസമാണ് റബീഉൽ അവ്വൽ. കാണാമെന്ന് പറഞ്ഞാൽ ഈമാനുള്ള മുഴുവൻ ആളുകൾക്കും അതിനെ മറക്കാൻ പറ്റില്ല. ഒരു ഇച്ചിരി ഈമാൻ കൽബിലുണ്ടെങ്കിൽ ആ ഈമാൻ എവിടെ നിന്നാണ് വന്നത് എന്ന് ആലോചിച്ചൊക്കെ പ്രിയപ്പെട്ടവർ. നമ്മൾ തൗഹീദിൻ്റെ ആളുകളാണ് എന്ന് പറയാറുണ്ടല്ലോ. ഈ തൗഹീദ് നമുക്ക് എവിടെ നിന്ന് കിട്ടി? എന്താ ഈ തൗഹീദ്? കലിമത്ത് തൗഹീദ് എന്ന് പറഞ്ഞാൽ തന്നെ എന്താ കലിമത്ത് തൗഹീദ്? നമ്മൾ മുസ്ലിമുകളായില്ലേ, എന്താ കലിമത്ത് തൗഹീദ്? ലാ ഇലാഹ ഇല്ലല്ലാഹ്, അതാണോ കലിമത്ത് തൗഹീദ്? അതാണോ നമ്മൾ മുസ്ലിമാക്കിയ വാക്ക്? അല്ല. പിന്നെന്താ? ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്, അതാണ് നമ്മളെ മുസ്ലിമാക്കിയത്. അതാണ് ഈ ഐഡന്റിറ്റിയിൽ നമ്മൾ നിലകൊള്ളുന്നത്. നമുക്കെല്ലാം കിട്ടിയത് ആ ഒരു വാക്കോടുകൂടെയാണ്. ചുമ്മാ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ ഒരാൾ മുസ്ലിം ആവില്ല. ലോകത്തൊരാൾക്കും 10,000 വട്ടം പറഞ്ഞാലും മുസ്ലിം ആകാൻ പറ്റൂല. എന്ത് വേണം? പ്ലസ് മുഹമ്മദ് റസൂലുള്ളാഹ് അതുകൂടെ വേണം. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചുമ്മാ ഉണ്ടായിട്ടും കാര്യമില്ല, ഉണ്ടാകേണ്ടതുപോലെ നമ്മുടെ കൽബിലുണ്ടാകണം, നമ്മുടെ വിശ്വാസത്തിലുണ്ടാകണം, പ്രവർത്തനത്തിലുണ്ടാകണം. അതൊക്കെ വളരെ മസ്റ്റാണ്. അതുകൊണ്ട് ഈമാൻ ഒരല്പമെങ്കിലും ഒരു മുസ്ലിം ആണെങ്കിൽ പ്രിയപ്പെട്ടവരെ, നെഞ്ചകത്തിനകത്ത് ഉണ്ടാവും ഒരു സന്തോഷം. ഇനി ഒരാൾക്ക് സർവ്വസാധാരണമായി അതിനോട് കൂടാത്ത ഒരാളാണ്, റബീഉൽ അവ്വലുമായി ബന്ധപ്പെട്ട ഒരു പരിപാടിയിലും പ്രസൻ്റ് ആകാത്ത ഒരാളാണ്, താല്പര്യം ഇല്ലാത്ത ഒരാളാണ്. അയാൾ ചുമ്മാ ഇരുന്നിട്ട്, വെറുതെ ഒറ്റയ്ക്ക് ഇരുന്നിട്ട് ഇങ്ങനെ ആലോചിക്കുക, മനസ്സിനോടൊരു ഫത്വ, ഇസ്തഫ്സി നഫ്സക് എന്നല്ലേ, നിങ്ങൾ ഫത്വ നഫ്സിനോട് ചോദിക്കാനല്ലേ. ഒന്ന് മറയില്ലാത്ത നമ്മുടെ കൽബിനോടൊന്ന് ചോദിച്ചു നോക്കി, പടച്ചോനെ അല്ലാഹുവേ, നീ സമ്മാനമായി പുണ്യ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തന്ന റബീഉൽ അവ്വലിൽ ഒരു സന്തോഷം എൻ്റെ കൽബിൽ വേണ്ടേ? ആ നിഅമത്ത് കിട്ടിയതിൽ ഒരു റാഹത്ത്, ഒരു സന്തോഷ പ്രകടനം വേണ്ടേ എന്ന് കൽബിനോട് ചുമ്മാ ഒറ്റയ്ക്കിരുന്ന് ചോദിച്ചു നോക്കി. അപ്പോൾ മനസ്സ് പറയും വേണമെന്ന്. പിന്നെ കൂട്ടുകാരും സംഘടനയും പാർട്ടിയും സമ്മതമില്ലാത്തത് കൊണ്ട് നമ്മൾ മാറി നിൽക്കുകയാണ് ഉണ്ടാകുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മളാണ് നമ്മുടെ ആഖിറത്തിൻ്റെ നന്മകൾ തീരുമാനിക്കേണ്ടത്. അതിനുള്ള അധികാരവും സ്വാതന്ത്ര്യവും പരിശുദ്ധ ദീനുൽ ഇസ്ലാം നമുക്ക് തരുന്നുണ്ട്. അതുകൊണ്ട് നമ്മുടെ
നമ്മുടെ ബുദ്ധി ഒന്ന് ഉണരണം. അപ്പം ഞാൻ പറയുന്ന ഡീപ്പായിട്ട് പോകുന്നില്ല. ഏതായിരുന്നാലും മുസ്ലിം ഉമ്മത്ത് മുഴുവൻ ഈമാനിൽ ഒരല്പമെങ്കിലും ലാഞ്ചന കൽബിലുള്ള മുഴുവൻ ഉമ്മത്ത് മുഴുവനും വലിയ സന്തോഷത്തിലും റാഹത്തിലുമാണ്. ഇതിനെ റബീഉൽ അവ്വലിനെ സ്വീകരിക്കാൻ. ആ പരിശുദ്ധമായ റബീഉൽ അവ്വൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ലോകത്തിന് സമ്മാനം കിട്ടിയ മാസമാണ്. ആ മാസത്തെ മറക്കാൻ പറ്റും? ആ മാസത്തെക്കുറിച്ച് രണ്ട് വാക്ക് പറയാതിരിക്കാൻ പറ്റും? പറ്റില്ല. അതുകൊണ്ട് തന്നെ ഈ ഉമ്മത്ത് ഏറ്റെടുത്തു പ്രിയപ്പെട്ടവരെ റബീഉൽ അവ്വൽ. അതിൻ്റെ പോരിശയും അതിൻ്റെ മഹത്വവും അതിൽ ചെയ്യേണ്ട കർമ്മങ്ങളും ഒരുപാട് വിശദീകരിച്ച് പറയേണ്ടതാണ്. നമ്മുടെ പ്രധാനപ്പെട്ട ഇമ്പോർട്ടൻ്റായ കഴമ്പ് മാത്രം എടുത്ത് ഞാൻ പറയാം. പരിശുദ്ധമായ റബീഉൽ അവ്വൽ മാസത്തിൻ്റെ ആദ്യ രാവ്, പ്രഥമ രാവ് വന്നു എന്ന് ബോധ്യപ്പെട്ടാൽ പ്രിയപ്പെട്ടവരെ ആദ്യം നമ്മൾ ചെയ്യേണ്ട സുന്നത്തായ അമൽ, കൂലി കിട്ടുന്ന അമൽ, മുസ്ലിം ഉമ്മത്തിന് മാറി നിൽക്കാൻ പറ്റൂലാത്ത അമൽ, ഒരു കാരണവശാലും അത് റബീഉൽ അവ്വലിനെ സ്വീകരിച്ചാലും സ്വീകരിച്ചില്ലേ മുസ്ലിമാണോ അത് ബന്ധപ്പെടേണ്ടി വരും. അങ്ങനത്തെ ഒരു അമൽ, ചുമ്മാ അമലല്ല ഈ പറയുന്നത്. സാധാരണ റബീഉൽ അവ്വൽ കയറി വരുമ്പോൾ ഉസ്താദുമാർ ചൊല്ലേണ്ടത് ചെയ്യേണ്ട കാര്യങ്ങൾ സമൂഹത്തിൻ്റെ ഇടയിൽ പറയുമ്പോൾ നമ്മുടെ മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ ഇടയിൽ നിന്ന് ചില അപശബ്ദങ്ങൾ ഉണ്ടാകും. ഉസ്താദുമാർ ചുമ്മാ പറഞ്ഞ് ആളുകളെ പൊട്ടീസാക്കാണ്. റബീഉൽ അവ്വൽ ഞങ്ങൾ പ്രത്യേകമായി ചെല്ലേണ്ടതും ചെയ്യേണ്ടതും ഒന്നുമില്ല, മൈൻഡ് ചെയ്യേണ്ടതില്ല എന്ന് പറഞ്ഞുകൊണ്ട് പ്രിയപ്പെട്ടവരെ അത്തരം അബദ്ധങ്ങളിൽ നമ്മൾ ആരും പെട്ടുപോകാതിരിക്കാൻ പറയാം. റബീഉൽ അവ്വൽ മാസത്തിൻ്റെ പിറ കണ്ടാൽ ഏതു മാസത്തിൻ്റെയും അങ്ങനെയാണ്. മാസത്തിൻ്റെ സ്റ്റാർട്ടിംഗ് എന്ന് പറയുന്നത് വലിയ ബഹുമാനമാണ്, ആദരവാണ്. എന്തുകൊണ്ട്? ആ സമയത്ത് പ്രത്യേകമായ അമലുകൾ പുണ്യ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്തിൽ അവിടുത്തെ ലൈഫിൽ ജീവിതത്തിൽ നമുക്ക് കാണാൻ പറ്റും. അതിൽ പ്രധാനപ്പെട്ട ഒരു അമലാണ് മാസത്തെ സ്വീകരിച്ചുകൊണ്ടുള്ള ദുആ. അതുകൊണ്ട് റബീഉൽ അവ്വലിലും ഇങ്ങനെ വേണമെന്ന് പഠിപ്പിച്ചത് ആരാണ്? പരിശുദ്ധ റസൂലാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് ഹദീസിൽ റിവായത്തുകൾ വ്യത്യസ്തമായ ശൈലി വരുന്നുണ്ട്. നമുക്കെല്ലാം കൂടെ കവർ ചെയ്ത് എല്ലാം നന്മയും കിട്ടുന്ന ശൈലിയിൽ തന്നെ പോകാം. എന്താ നമ്മൾ ചെയ്യേണ്ടത്? ആദ്യം പിറ കണ്ടു എന്ന് ബോധ്യപ്പെട്ടാൽ ഉടൻ സഡൻ ചെയ്യേണ്ടത് ഈ ദുആയാണ്. ഏതാണ് ദുആ? പരിചയപ്പെടാം. അല്ലാഹു അക്ബർ അല്ലാഹുമ്മ ഹില്ലഹു അലൈനാ ബിൽ അംനി വൽ ഈമാനി വസ്സലാമത്തി വൽ ഇസ്ലാമി റബ്ബി വറബ്ബുക്കല്ലാഹ് ഹിലാലു റുസ്തിം വഖൈർ ആമൻതു ബില്ലാഹില്ലദീ ഖലഖക് ആമൻതു ബില്ലാഹില്ലദീ ഖലഖക് ആമൻതു ബില്ലാഹില്ലദീ ഖലഖക് അൽഹംദുലില്ലാഹില്ലദീ ദഹബ ബിശഹരി സഫർ വജാഅ ബിശഹരി റബീഉൽ അവ്വൽ. അൽഹംദുലില്ലാ. ഈ ദുആയാണ്. ഈ ദുആ ചെയ്തതുകൊണ്ട് എന്താ നേട്ടം എന്നറിയോ? നമ്മൾ അറിയണമല്ലോ. റബീഉൽ അവ്വലിൻ്റെ ആദ്യ രാവിൽ ഇത് ചെയ്ത എന്താ നേട്ടം? ഇത് ചെയ്താൽ കിട്ടുന്നത് കാമിലായ സലാമത്താണ്. നമ്മുടെ ശരീരത്തിനും സമ്പത്തിനും ഈമാനിനും എല്ലാം സലാമത്ത്. അള്ളാൻ്റെ കാവൽ കൂടെ ഉണ്ടാവും. ഈ ഒരു മാസക്കാലം ഒരു ഭയപ്പാടും വേണ്ട, അള്ളാൻ്റെ സഹായം കൂടെ ഉണ്ടാവും, സലാമത്തുണ്ടാകും, അമ്ന് നിർഭയത്വം, ഒന്നിനും പേടിക്കണ്ട. ഒരു ശത്രുവും ഒരു അസൂയക്കാരനും ഒരു മാരണക്കാരനും ഒരിടങ്ങേറുണ്ടാക്കുന്ന ആളും നമ്മളെ തൊടില്ല, ഒരു രോമത്തിൽ തൊടില്ല. അമ്ന് നിർഭയത്വം ഉണ്ടാവും. അങ്ങനെ നിർഭയത്വമുള്ള, ഭയപ്പാടില്ലാത്ത, സലാമത്തുള്ള ഒരു മാസമാക്കി. ഈമാനോ ഏറ്റവും പ്രധാനപ്പെട്ട ഈമാനല്ലേ? ആ ഈമാൻ കാമിലായി കിട്ടുമ്പോഴാണ് പുണ്യ റസൂലിനോടുള്ള സ്നേഹം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതുണ്ടാകുന്നത്. അല്ലെങ്കിൽ അവിടെ തർക്കമുണ്ടാവും. ആ ഈമാൻ കാമിലാകുമ്പോഴാണ് മദ്ഹ് ചൊല്ലാൻ മനസ്സ് വരുന്നത്. അത് ഈമാൻ കാമിലാകാത്തത് കൊണ്ട് നമുക്ക് തോന്നാണ് അത് വേണ്ടാന്ന്. ഈമാൻ കാമിലായാൽ അത് ചൊല്ലാതിരിക്കാൻ പറ്റൂല. സ്വഹാബത്ത് 24 മണിക്കൂറും പ്രിയപ്പെട്ടവരെ ആ മദ്ഹിൻ്റെ ലയനത്തിലായിരുന്നു. അങ്ങനെയാണല്ലോ. മദ്ഹ് പാടാൻ വേണ്ടി, മദ്ഹ് പറയാൻ വേണ്ടി മദീനയിൽ ഒരു മിമ്പർ, ഖുത്ബ ഓതാൻ ഉണ്ടാക്കുന്ന പോലെ മനോഹരമായൊരു മിമ്പർ. എന്തിനാ മിമ്പർ? മദ്ഹ് പാടാൻ, അവിടുത്തെ പ്രകീർത്തനങ്ങളിലെ പടപ്പാട്ട് നടത്താൻ. സ്വഹാബത്ത് അങ്ങനെ ജീവിച്ചത്. കാരണം പറയാതിരിക്കാൻ പറ്റൂല, മിണ്ടാതിരിക്കാൻ പറ്റൂല. റബീഉൽ അവ്വൽ വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറ്റി ഒരാൾ മിണ്ടുന്നില്ലെങ്കിൽ അയാളെ മുസ്ലിം എന്ന് പറയുന്ന ഒരു ഐഡൻറ്റിറ്റിയിൽ എങ്ങനെ ചേർക്കാൻ പറ്റും? നിങ്ങൾ ചുമ്മാ കോമൺ സെൻസ് വെച്ച് ആലോചിച്ച് നോക്കിയ പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് ഈ മാസത്തിൽ ഈമാൻ സലാമത്താകാൻ, ഈമാൻ അതിൻ്റെ ബറക്കത്ത്, അതിൻ്റെ കമാലിയത്ത് അത് ചോദിക്കുകയാണ് ഇവിടെ. ഹിലാലു ഉസ്തിം വഖൈർ, ഖൈറിൻ്റെയും സന്മാർഗത്തിൻ്റെയും ഒരു പ്രഭയാക്കി ഞങ്ങൾക്ക് ഈ പരിശുദ്ധമായ റബീഉൽ അവ്വലിൻ്റെ പിറയെ, ഈ ഉദയത്തെ ഞങ്ങൾക്ക് ആക്കിത്തരണമെന്ന. അതാണ് ആ ദുആ. അല്ലാഹുവേ, നിന്നിൽ ഞങ്ങൾ വിശ്വസിച്ചു. അമൻതു ബില്ലാഹില്ലദീ ഖലഖ, ഞങ്ങളെ സൃഷ്ടിച്ച നീയാണ് ഞങ്ങളെ സൃഷ്ടിച്ചത്. ഈ ലോകത്ത് ഒരു പുൽക്കൊടി പോലും സൃഷ്ടിക്കാൻ ലോകത്ത് ആർക്കും കഴിയില്ല. ഒരു നബിക്കും കഴിയില്ല, ഔലിയാക്കൾക്കും കഴിയില്ല. ഒരു പുൽക്കൊടി സൃഷ്ടിക്കാൻ ആർക്കാ കഴിയുന്നത്? അള്ളാഹുവിനാണ്. ലാ ഖാലിഖ ഇല്ലല്ലാഹ്. ഇതാണ് അഹ്ലുസുന്നത്തിൻ്റെ വിശ്വാസം. ഈ വിശ്വാസം കൽബിലുണ്ടെങ്കിൽ പുണ്യ റസൂലിനോട് സ്നേഹം ഉണ്ടാവും. റബീഉൽ അവ്വലിനെ ആദരിക്കും, ബഹുമാനിക്കും.
അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ ദിക്ർ ആത്മാർത്ഥമായി നമ്മൾ പറയണം. പിന്നെ നമ്മൾ അൽഹംദുലില്ലാഹില്ലദീ ദഹബ ബിശഹരി സഫർ മാസം ഞങ്ങളിൽ നിന്ന് പോകുന്നു, അത് അള്ളാഹു കൊണ്ടുപോകാണ്. വജാഅ ബിശഹരി റബീഉൽ അവ്വൽ ഞങ്ങളിലേക്ക് വരുന്നു. അതിന് അൽഹംദുലില്ലാ, അത് കൽബ് നിറച്ചു പറയണം. കാരണം പുണ്യ റബീഉൽ അവ്വൽ മാസം, പുണ്യ റസൂലിൻ്റെ മാസം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അതങ്ങോട്ട് വരുമ്പോൾ ഒരു വിശ്വാസിയുടെ കൽബിൽ നിന്ന് വരുന്ന അൽഹംദുലില്ലാ, അത് വലിയൊരു ശുക്റാണ്, വലിയ നന്ദിയുടെ വാക്കാണ്. അല്ലെങ്കിൽ നന്ദി കെട്ടവരാവുമല്ലോ. എത്രയും വലിയ നിഅമത്ത് നമുക്ക് അള്ളാഹു തന്നിട്ട് നമ്മളതിനെ പരിഗണിക്കാതെ പോയി. ഈ നിഅമത്ത് മുഴുവൻ, ഞാൻ മുസ്ലിമായത്, ഞാൻ തലമറച്ചത്, സഹോദരിമാർ ഏറ്റവും മാന്യമായി വസ്ത്രം ധരിക്കുന്നത്, കുടുംബത്തിൽ ഭാര്യ ഭർത്താക്കൾ സന്തോഷത്തോടെ പെരുമാറുന്നത്, മക്കളെ പോറ്റുന്നത്, മാതാപിതാക്കൾ അനുസരിക്കുന്നത്, സമൂഹത്തിൽ സമുദായത്തിൽ ഗുണം ചെയ്യുന്ന അയൽവാസികൾക്ക് ഗുണം ചെയ്യുന്നത്, A to Z സകല പ്രവർത്തനങ്ങളും നമുക്ക് കിട്ടിയത് എവിടെ നിന്നാണ്? പുണ്യ റസൂലിൻ്റെ കയ്യിൽ നിന്നാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് അവിടത്തെ മറന്നു പോവുക, അവിടത്തെ ഓർക്കാതിരിക്കുക. ഈ റബീഉൽ അവ്വലിൽ എത്ര നഷ്ടാൻ നോക്കി. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, തീർച്ചയായും നമുക്ക് ഈ ഒരു മാസത്തെ ഉപയോഗപ്പെടുത്തണം. അപ്പോൾ ആദ്യമായി ദുആ ചെയ്യുക. പിന്നെ രണ്ടാമത്തെ സെക്കൻഡ് വൺ സുന്നത്ത് എന്ന് പറയുന്നത് പരിശുദ്ധമായ സൂറത്തുൽ മുൽക്കിൻ്റെ പാരായണം. തബാറക്കല്ലദീ ബിയദിൽ മുൽക്ക്, അത് പിറ കണ്ടു എന്ന് ബോധ്യപ്പെട്ടാൽ ആദ്യ രാവിലെ നമ്മൾ പാരായണം ചെയ്യണം. കാരണം ഒരു ആയത്തൊരു ദിവസത്തിനേക്കെന്നാണ് യോഗ്യരായ ഗഡ്സുള്ള ഉലമാക്കൾ പറഞ്ഞ് അടുത്ത് ഉദ്ധരിക്കുകയാണ്. മുസ്ലിയാരുടെ വക ഒന്നുമില്ല. മുസ്ലിയാരുടെ വകയാണെങ്കിൽ വീട്ടിൽ പോയിട്ട് പറഞ്ഞാൽ ഇവിടെ നടക്കില്ല, ദീനായിട്ട് പറയാൻ പറ്റില്ല. അതുകൊണ്ടാണ് ദീൻ മാത്രം പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ ഒരു പുണ്യമായ നന്മ ഖൈർ കിട്ടാൻ കാരണമാകുന്ന രണ്ടാമത്തെ ഒരു സുന്നത്താണ് ഇത് സൂറത്തുൽ മുൽക്ക് പാരായണം. അത് 30 ആയത്താണ്, ഒരായത്തൊരു ദിവസത്തിന്. അങ്ങനെ ഈ 30 ദിവസം റബീഉൽ അവ്വൽ മുഴുവനും ഖൈറും ബറക്കത്തും കാവലും കിട്ടാൻ എന്ത് കാരണമാവും? ഈ സൂറത്തുൽ മുൽക്ക് ഒറ്റവട്ടം ഓതിയാൽ മതി. നിയ്യത്ത് വേണം. അള്ളാഹു ആദ്യ രാവിൽ, ഈ മാസത്തിൻ്റെ ആദ്യ രാവിൽ ഓതൽ സുന്നത്തുള്ള സൂറത്തുൽ മുൽക്ക് ഞാൻ ഓതുകയാണ്. നിയ്യത്തുണ്ടെങ്കിലേ കൂലി കിട്ടുള്ളൂ. അല്ലെങ്കിൽ ചുമ്മാ ഓതി അങ്ങോട്ട് പോയാൽ മാത്രമേ ഉള്ളൂ. കൂലി നമുക്ക് പൂർണ്ണമായിട്ട് കിട്ടണമെങ്കിൽ നിയ്യത്ത് വേണം. ആ നിയ്യത്തിൽ ഒരു വട്ടം സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്യണം. മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് മുഅ്മിനീങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈമാൻ കൽബിൽ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കൽബിൽ ഈമാനുള്ളവർ, അള്ളാഹുവിൻ്റെ ഔലിയാക്കൾ, സൂഫിയാക്കൾ, ഇന്ന് ജീവിച്ചിരിക്കുന്ന അൽ ഉലമാ, ചുമ്മാ ഉലമ അല്ല, അൽ ഉലമാ, യഥാർത്ഥ പണ്ഡിതന്മാർ, കൽബിൽ തഖ്വ ഈമാനുള്ള പണ്ഡിതന്മാർ, മുഖ്ലിസീങ്ങളായ പണ്ഡിതന്മാർ, ഇന്ന് ജീവിച്ചിരിക്കുന്ന ഔലിയാക്കൾ, സാദാത്തുക്കൾ, സയ്യിദന്മാർ ഒട്ടനവധിയില്ലേ? നമ്മൾ വിചാരിച്ചിട്ടുണ്ടോ എല്ലാവരും മഖ്ബറയിലാണെന്നല്ല. ഒരുപാട് സ്വാലിഹുകൾ ഇന്ന് ജീവിച്ചിരിപ്പുണ്ട്. കണ്ട് പാഠങ്ങൾ പഠിക്കാൻ പറ്റുന്ന, നോക്കിയാൽ പോലും ഒരു 5 മിനിറ്റ് കൂടെ ഇരുന്നാൽ പോലും നമ്മുടെ ഈമാൻ ചാർജാവും, നമ്മൾ നന്നാകും. ഇങ്ങനെയുള്ള ആളുകൾ ഹയാത്തിലുണ്ട്. നമ്മൾ വിചാരിച്ചു എല്ലാം പോയെന്നില്ല. അവരുടെയൊക്കെ റബീഉൽ അവ്വൽ പണി എന്താണെന്നറിയോ? എന്താ പണി? പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ കൂടുതൽ സ്വലാത്തുകൾ സാധാരണ ചൊല്ലുന്നുണ്ട്. പക്ഷേ ഹബീബിൻ്റെ മാസമാകുമെന്ന് കൂടുക. അതൊരു സ്നേഹത്തിൻ്റെ ഭാഗമാണ് പ്രിയപ്പെട്ടവരെ. ഇല്ലാത്തവർക്ക് പറഞ്ഞിട്ട് കാര്യമില്ല. അതൊരു മഹബത്തിൻ്റെ ഭാഗമാണ്, സ്നേഹത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ സ്വലാത്ത് അധികരിപ്പിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ, എല്ലാ ദിവസവും റബീഉൽ അവ്വൽ ആകണ്ട, ഡെയിലി രാവിലെയും വൈകിട്ടും ഒരു 10 സ്വലാത്ത് നിങ്ങൾക്ക് ചൊല്ലാൻ പറ്റുമോ? അവിടെ നിന്ന് പറയാൻ മൻ സ്വല്ലാ അലയ്യ ഹീന യുസ്ബിഹു അസ്റൻ വഹീന യുംസി അസ്റാ. ഒരു 10 സ്വലാത്ത് സ്വല്ലല്ലാഹു അലൈഹി സയ്യിദനാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ സ്വലാത്ത് ഒരു 10 ചൊല്ലി, സുബഹി കഴിഞ്ഞിട്ടും ചൊല്ലി, മഗ്രിബ് കഴിഞ്ഞിട്ടും ചൊല്ലി. അങ്ങനെ ചൊല്ലാൻ നിങ്ങൾക്ക് പറ്റുമോ? അങ്ങനെ ചൊല്ലിയാൽ അദറക്കതുഹു ശഫാഅതി യൗമൽ ഖിയാമ, ഖിയാമ നാൾ എൻ്റെ ശഫാഅത്ത് അവൻ എത്തുമെന്നുള്ള കാര്യം ഉറപ്പാണ്. ആരാ പറയുന്നത്? പുണ്യ റസൂലാണ്. ഇമാം തൊബറാനി തങ്ങൾ ഈ ഹദീസ് പ്രസന്റ് ചെയ്തിട്ടുണ്ട്. ശഫാഅത്ത് കിട്ടും. ശഫാഅത്ത് കിട്ടിയാൽ പിന്നെ സ്വർഗ്ഗം ഉറപ്പല്ലേ? സ്വർഗത്തിൽ പോകുന്നവർക്കല്ല ശഫാഅത്ത്, സ്വർഗത്തിൽ പോകുന്നവർ ദറജ കൂടാനല്ല, നരകം ഉറപ്പായവർക്ക് ആ ശഫാഅത്ത്. പടച്ചോനെ നരകത്തിലാക്കല്ലേ, സ്വർഗത്തിലാക്കണം. യഥാർത്ഥത്തിൽ ഈ ശഫാഅത്ത് എന്ന് പറയുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുത്തിരിക്കുന്ന ഏറ്റവും വലിയ അധികാരമാണ്. അള്ളാഹു കൊടുത്ത അധികാരം. നരകത്തിൽ പോകേണ്ടി വന്ന മുഅ്മിനീങ്ങൾക്ക്, അവിടുത്തെ ഉമ്മത്തികൾക്ക് ആർക്കെങ്കിലും സ്വർഗത്തിൽ പോകണമെന്നുണ്ടോ? അവിടെ നിന്ന് പറഞ്ഞാൽ മതി. ഇത് അള്ളാഹു കൊടുത്ത അധികാരമല്ലേ പ്രിയപ്പെട്ടവരെ? ശഫാഅത്ത്. ആ അധികാരം ഉപയോഗപ്പെടുത്തും. ആ അധികാരം ഞാൻ നടത്തും എന്ന് പറയുന്ന അഡ്വാൻസ്, ഒരു ബുക്കിംഗ് ആണ് സ്വലാത്ത് ഉണ്ടാകുന്നത്. അത് ഉറപ്പാണ്. അപ്പോൾ അത് 10 സ്വലാത്ത് ചൊല്ലിയാൽ, അപ്പോൾ കൂടുതൽ ചൊല്ലിയാൽ അവസ്ഥ എന്താ? റബീഉൽ അവ്വൽ ആകുമ്പോൾ ഒരുപാട് സ്വലാത്ത് ചൊല്ലും മുഅ്മിനീങ്ങൾ. അത് മുഅ്മിനീങ്ങളുടെ ഈമാനുള്ളവരുടെ നേച്ചറാണ്. ഇത് പറഞ്ഞിട്ട് കാര്യമില്ല. അത് തിരുത്താൻ ഒരു കൗമിനെ കൊണ്ടും പറ്റൂല. അള്ളാഹു കാക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അപ്പോൾ ശഫാഅത്ത് കിട്ടുന്ന അമലാണ് സ്വലാത്ത്. ആ സ്വലാത്ത് എപ്പോഴും വേണം. വർദ്ധിപ്പിച്ചുകൊണ്ട് മുഅ്മിനീങ്ങൾ സാധാരണ ചൊല്ലുന്നതാണ്. ഒന്നും ഇതിൻ്റെ അകത്ത് ഇടക്ക് കയറ്റില്ല. സാധാരണ ചൊല്ലുന്ന മുഅ്മിനീങ്ങളുടെ ശൈലിയാണ്. ഇന്ന് ജീവിച്ചിരിക്കുന്ന നമ്മുടെ ഉസ്താദുമാരുടെ ഉലമാക്കളുടെ ശൈലിയാണ്.
ആ ശൈലി നമ്മൾ ഫോളോ അപ്പ് ചെയ്യാൻ അതൊരു വിജയമാണ്. ഇനി നോക്കിക്കോളൂ പ്രിയപ്പെട്ടവരെ, നാലാമത്തത് റബീഉൽ അവ്വൽ വന്നാൽ ആദ്യ രാവ് മുതൽ മുഅ്മിനീങ്ങൾ, നേരത്തെ പറഞ്ഞില്ലേ, മുഖ്ലിസീങ്ങൾ, സ്വാലിഹീങ്ങൾ, അൽ ഉലമാ, യഥാർത്ഥ പണ്ഡിതന്മാർ, യഥാർത്ഥ സൂഫികൾ, യഥാർത്ഥ ജ്ഞാനികൾ സജീവമായിട്ട് നടത്തുന്ന ഒരു കാര്യമാണ് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹ് മൗലിദ്. അവിടുത്തെ മദ്ഹ്, അവിടുത്തെ പ്രകീർത്തനങ്ങൾ, അപദാനങ്ങൾ, അതിങ്ങനെ പാടി പറയാമെന്ന് പറയുന്നത് അത് ഗദ്യരൂപത്തിലും പദ്യരൂപത്തിലും എഴുത്തിലും വായനയിലും വോയിസിലും ഒക്കെ ആകാം. കഴിവിൻ്റെ പരമാവധി മദ്ഹ് അത് വിശ്വാസികളായ ഈമാനുള്ളവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ക്വാളിഫിക്കേഷനാണ്. അവിടുത്തെ മദ്ഹ് പറയാൻ അത് ഖുർആൻ അതിന് ഏറ്റവും സപ്പോർട്ട് ചെയ്തിരിക്കുന്ന പരിശുദ്ധ വചനമാണ് ഖുർആൻ. പുണ്യ റസൂലിൻ്റെ മദ്ഹ് തന്നെയാണ് ഖുർആൻ. ഫാത്തിഹ അടക്കം പുണ്യ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹാണ്. ഫാത്തിഹ അടക്കം. അല്ലാമ ഇഖ്ബാലിനോട് ചോദിക്കുന്നുണ്ട്, ഫാത്തിഹ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അവിടെ എവിടെയാ മദ്ഹ് എന്ന്, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അവിടെ എവിടെയാ മദ്ഹ് എന്ന്. ഓരോ ആയത്തിലും നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹ് പറയുന്നുണ്ട്. അപ്പോൾ ഏതായിരുന്നാലും പ്രിയപ്പെട്ടവരെ, പരിശുദ്ധമായ ഖുർആൻ ഈ ഉമ്മത്തിന് പഠിപ്പിച്ചു കൊടുക്കുന്ന എന്തിന് അള്ളാഹു നടത്തുകയാണ്. മൗലിദെ മദ്ഹെ അള്ളാഹു നടത്തിക്കൊണ്ടിരിക്കുക, അത് അവസാനിക്കില്ല. നമ്മുടെ വീട്ടിൽ ഒരു ദിവസം മൗലിദ് കഴിച്ചു, റബീഉൽ മാത്രം മൗലിദ് കഴിച്ചു, നമ്മൾ സലാമത്തായി, അങ്ങനെയല്ല പഠിച്ചവൻ. അള്ളാഹു ഇങ്ങനെ മദ്ഹ് മൗലിദ് ഇങ്ങനെ നടത്തിക്കൊണ്ടേയിരിക്കുകയാണ്. മലക്കുകളും അതിന് റെഡിയാ, അത് ചെയ്തുകൊണ്ടിരിക്കുക, അതിന് അവസാനമില്ല. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, ഈമാനുള്ളവരെ നിങ്ങൾ ഏറ്റെടുക്കണം എന്നാണ് ഖുർആൻ പറയുന്നത്. ഈ മദ്ഹ് കീർത്തനങ്ങൾ, അവിടുത്തെ അവദാനങ്ങൾ അത് ഏറ്റെടുക്കുന്ന മുഅ്മിനീങ്ങളോടോ പറയുന്നു, മുസ്ലിമീങ്ങളോടല്ല. മുഅ്മിനീങ്ങളോട് ഈമാൻ വേണം, ഇപ്പോഴേ പറ്റുള്ളൂ. അപ്പോൾ അത് സന്തോഷകരമായി നടത്തുക. മൗലിദ് പാരായണം ചൊല്ലുന്ന വീട്ടിൽ ബറക്കത്താണ്, സ്ഥാപനത്തിൽ ബറക്കത്താണ്. അവിടെ അള്ളാഹുവിൻ്റെ മലക്കുകളുടെ പ്രസൻസാണ്, മലക്കുകളുടെ ദുആയാണ്. ജിബ്രീൽ സ്വലാത്തു വസ്സലാമിൻ്റെ പോലും ദുആ കിട്ടാൻ അവിടുത്തെ മൗലിദ്, അവിടുത്തെ മദ്ഹ് വീട്ടിൽ ചൊല്ലിയാൽ മതി. തീർച്ചയായിട്ടും പ്രിയപ്പെട്ടവരെ, കഴിവിൻ്റെ പരമാവധി ഒരു ദിവസമെങ്കിലും നമ്മുടെ കുടുംബക്കാരൊക്കെ വിളിച്ചുകൂട്ടി നമ്മുടെ കഴിവ് പോലെ, ഇല്ലാത്തത് വേണ്ട, നമ്മളെ കൊണ്ട് കഴിവാകുന്ന പോലെ, നമ്മുടെ വീട്ടുകാർക്ക് മാത്രമേ പറ്റുള്ളൂ, കഴിവുള്ളൂ, മതി. അയൽവക്കത്ത് കൂടെ കുറച്ച് വിളിക്കാൻ പറ്റും, അൽഹംദുലില്ലാ. സ്വന്തക്കാരെ വിളിക്കാൻ പറ്റും, അൽഹംദുലില്ലാ. അങ്ങനെ കഴിവിൻ്റെ പരമാവധി നമ്മൾ ഒരുമിച്ച് കൂട്ടിയിട്ട് ഒരു മദ്ഹിൻ്റെ സദസ്സ് നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ അൽഹംദുലില്ലാ, അതിനകത്ത് ലാഭത്തിൻ്റെ ലാഭമല്ലാതെ ഒരു നഷ്ടമില്ല. അവിടെ ഖറാബത്ത്, കുടുംബബന്ധം ചേർത്ത, അയൽവക്കത്തിനെ ബഹുമാനിച്ച, പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിച്ച, അള്ളാഹുവിൻ്റെ ആജ്ഞ, അള്ളാഹുവിൻ്റെ തീരുമാനം ഉൾക്കൊണ്ട, പ്രത്യേകിച്ച് മലക്കുകളുടെ സാന്നിധ്യം ഉണ്ടാകുന്ന എല്ലാ ബറക്കത്തും ആ കുടുംബത്തിൽ കിട്ടും. ഒരു ദാരിദ്ര്യവും പ്രശ്നമോ അപകടമോ ഒന്നും ഉണ്ടാവില്ല ആ കുടുംബത്തിൽ. ഒരു വർഷത്തേക്ക് കാവൽ കിട്ടാനൊക്കെ കാരണമാവും. അപ്പോൾ റാഹത്തായിട്ട് അങ്ങനെ കഴിവിൻ്റെ പരമാവധി. പിന്നെ ഡെയിലി എല്ലാ രാത്രിയിലും ഒരു ഇച്ചിരി മദ്ഹെങ്കിലും നമ്മൾ പറയുകയോ കേൾക്കുകയോ ചൊല്ലുകയോ എങ്ങനെയെങ്കിലും നമ്മൾ അതിൽ പ്രസൻ്റ് ആകണം. കഴിവിൻ്റെ പരമാവധി നമ്മളെ കൊണ്ട് കഴിയുന്നത് പോലെ പ്രിയപ്പെട്ടവരെ, അത് ഏറ്റവും വലിയ ബറക്കത്ത് കിട്ടുന്ന കാര്യമാണ്. മൗലിദ് പാരായണം കുടുംബത്തിൽ നടത്തിയാലുള്ള ബെനിഫിറ്റുകൾ ഒക്കെ പറയാനുണ്ട്, ഇൻഷാ അല്ലാഹ് ഒക്കെ പറയണം. അപ്പോൾ കഴിവിൻ്റെ പരമാവധി അതിലൊക്കെ മുഅ്മിനീങ്ങൾ ഉപയോഗപ്പെടുത്താം, നല്ല കാര്യമാണ്. ഇനി അഞ്ചാമത്തെ കാര്യം ഇഹ്യാ സുന്നത്താണ്. സുന്നത്തിന് ഹയാത്ത് കൊടുക്കുക, അത് എപ്പോഴും വേണം മുഅ്മിനെ സംബന്ധിച്ചോളം. പ്രത്യേകിച്ച് ഈ സുന്നത്തുകൾ നമുക്ക് പഠിപ്പിച്ചു തന്ന, ഇത് ആരുടെ സുന്നത്താണ്? പുണ്യ റസൂലിൻ്റെ സുന്നത്താണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മാനസം, അവിടുത്തെ നമുക്ക് സമ്മാനം കിട്ടിയ മാസമാകുമ്പോൾ ഒന്നുകൂടെ പരിഗണിച്ചു കൊടുക്കണം. ഒരു സുന്നത്തും അവോയ്ഡ് ചെയ്ത് ഒഴിവാക്കി കളയുന്നൊരവസ്ഥ പ്രിയപ്പെട്ടവരെ ഉണ്ടാകരുത്, ഒന്നുണ്ടാകരുത്. പ്രത്യേകിച്ച് മൗത്തായി മരിച്ചു കിടക്കുന്ന ചില സുന്നത്തുകളുണ്ട്, ആ സുന്നത്തിന് ഹയാത്താക്കണം. ഒറ്റ ഉദാഹരണം പറഞ്ഞാൽ മനസ്സിലാവും. നമ്മളെല്ലാവരും കൂടെ ഒരു കല്യാണത്തിന് പോയി, ഒരു ഫംഗ്ഷന് പോയി, എല്ലാവരും ഇങ്ങനെ ഭക്ഷണം കഴിച്ചുകൊണ്ട് നിരന്നിരുന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ ഭക്ഷണം കഴിക്കുക, അല്ലെങ്കിൽ നമ്മുടെ കൂട്ടുകാരോടൊന്നിച്ച് ഭക്ഷണം കഴിക്കുക. ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന വേളയിൽ ബിസ്മിയൊക്കെ പലപ്പോഴും നമ്മൾ ചൊല്ലും. ബിസ്മിയൊക്കെ അതൊക്കെ ഒരു പതിവുണ്ട്, ഇല്ലെങ്കിൽ ഉണ്ടാകണം. ബിസ്മിയൊക്കെ ചൊല്ലി ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കെ വെള്ളം ആവശ്യമായി. ശരിക്കും ഭക്ഷണം കഴിച്ചതിന് ശേഷമാണ് വെള്ളം വേണ്ടത്, അല്ലെങ്കിൽ ശേഷം ഒരാൾ കുടിക്കുന്നു. അങ്ങനെ കുടിക്കാൻ വേണ്ടി വെള്ളം എടുക്കുന്ന കൈ ഇടത്തെ കൈയാണ്, കുടിക്കുന്നത് ഇടത്തെ കൈ കൊണ്ടാണ്. ചില ആളുകൾ ഒരു താങ്ങ് കൊടുക്കും. ഈ ഒരു ശൈലിയൊന്നും നമുക്ക് വേണ്ട, അതൊന്നും നമുക്ക് പറ്റിയ ശൈലിയല്ല. നമ്മൾ വെള്ളം കുടിച്ചാൽ ഭക്ഷണം കഴിക്കുന്നത് പോലെ തന്നെ പ്രാധാന്യമാണ് വെള്ളം, അങ്ങനെ തന്നെ ആകണം. അത് കഴിച്ചു കഴിഞ്ഞിട്ട് കൈ കഴുകിയിട്ടാൽ എങ്ങനെയായാലും വേണ്ടില്ല, കുടിക്കുന്നത്, ഗ്ലാസ് എടുക്കുന്നത് വലത്തെ കൈ കൊണ്ടാകണം. മൂട് താങ്ങിയാൽ പോരാ, എടുക്കുന്നതും കുടിക്കുന്നതും വലത്തെ കൈ കൊണ്ടാകണം. കൊച്ചുമക്കളോട് പറഞ്ഞു കൊടുക്കണം. പ്രത്യേകിച്ച് കൊച്ചുമക്കളൊക്കെ അല്ലേ, ഈ ഗ്ലാസ് ഒക്കെ എടുക്കുമ്പോൾ ഒറ്റ കൈ കൊണ്ട് പിടിക്കാൻ ഒരു പ്രയാസം ഉണ്ടാവും. അവരോട് രണ്ട് കൈ കൊണ്ടും ചേർത്ത് പിടിക്കാൻ പറയണം. ഒരു കാരണവശാലും ഇടത്തെ കൈ കൊണ്ട് കഴിക്കുന്ന ഒരു ശൈലി നമുക്കോ നമ്മുടെ കുടുംബങ്ങൾക്കോ മക്കൾക്കോ നമ്മുടെ കൂട്ടുകാർക്കോ ഉണ്ടാകാൻ പാടില്ല, മുസ്ലിമീങ്ങൾക്ക് ഉണ്ടാകാൻ പാടില്ല. അത് പിശാചിൻ്റെ ശൈലിയാണ്, പാടില്ലെന്ന് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.
ജീവിതത്തിൽ പൈശാചികമായ പ്രയാസങ്ങൾ, രോഗങ്ങൾ, വലിയ വിഷമങ്ങൾ ഉണ്ടാവും. ഒരു ഉദാഹരണം പറഞ്ഞതാൽ, കാലിൽ ചെരുപ്പ് ധരിക്കുമ്പോൾ വലത് കാൽ ആദ്യം ധരിക്കണം, എന്നിട്ട് ഇടത് കാൽ. അതാണ് ശൈലി. വീട്ടിൽ നിന്നൊരു എന്തിനു പുറത്തിറങ്ങിയാലും നമ്മൾ ഇടത് കാൽ വെച്ച് പുറത്തിറങ്ങണം. നമ്മുടെ സുന്നത്തിനെ ചെയ്യണം. സുന്നത്തിൻ്റെ നായകരുടെ മാസമാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. എപ്പോഴും വേണം, പ്രത്യേകിച്ച് പരിഗണിച്ചു കൊടുക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവിധ ബറക്കത്തും ഖൈറും ഈമാനും ഇസ്തിഖാമത്തും മഹബത്തും മദ്ഹും സ്വലാത്തും എല്ലാമുള്ള ഒരു മുഅ്മിനായി ജീവിക്കാൻ അള്ളാഹു നമുക്കൊക്കെ തൗഫീക്ക് നൽകട്ടെ. റബീഉൽ അവ്വലുമായി ബന്ധപ്പെട്ട എല്ലാ പ്രോഗ്രാമുകളിലും, ഇസ്ലാം അനുവദിച്ചിരിക്കുന്ന എല്ലാവിധ പ്രോഗ്രാമുകളിലും നമ്മളുടെ പ്രസൻസ് വേണം, നമ്മുടെ സഹായം വേണം, മനോഹരമാക്കണം. അള്ളാഹു നമുക്കതിൻ്റെ ഭാഗ്യം തുറന്നു തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പറഞ്ഞിരുന്നു സ്വലാത്തിൻ്റെ ചലഞ്ച് നമുക്ക് അൽഹംദുലില്ലാ റബീഉൽ അവ്വലിൻ്റെ ഏകദേശം അവസാന ഭാഗം സെപ്റ്റംബർ 22-ന് 1,00,000 സ്വലാത്ത് ചൊല്ലിയ മുഅ്മിനീങ്ങളുടെ ഉമ്മമാരുടെ സഹോദരിമാരുടെ സഹോദരന്മാരുടെ പേര് വെച്ചിട്ട് നമുക്ക് നറുക്കെടുക്കാനുണ്ട്. അപ്പോൾ സെപ്റ്റംബർ 15-ാം തീയതിക്കുള്ളിൽ ആ പേര് നമ്മൾ സ്വീകരിക്കുന്ന ക്ലോസ് ചെയ്യും. ചൊല്ലാം, വിരോധമില്ല, നമുക്ക് ക്ലോസ് ചെയ്യും. അതിന് മുന്നായിട്ട് നിങ്ങൾ പേര് വിവരങ്ങൾ കഴിവിൻ്റെ പരമാവധി നിങ്ങൾ നൽകുക. കമൻറ്റിൽ അതിന് താല്പര്യപ്പെട്ട് ഏതായിരുന്നാലും തീരുമാനിച്ചിറങ്ങിയവർ അല്ലെങ്കിൽ ചൊല്ലിയവർ ഉറപ്പായിട്ടും 15-നുള്ളിൽ ഒന്നറിയിക്കുക. നേരത്തെ അറിയിച്ചിട്ടുണ്ട് എന്ന് കരുതി അറിയിക്കാൻ പാടില്ല. നമ്മൾ ഇന്നലെ ക്ലാസ്സിൽ പറഞ്ഞു, ഇന്നലെ മുതൽ സഫർ 1 മുതലേ ചൊല്ലി വന്നവരുണ്ട്. അതിൻ്റെ കണക്ക് ഏതായാലും ഉൾപ്പെടുത്തേണ്ട, അത് ലക്ഷക്കണക്കിന് ചൊല്ലിപ്പോയ ആളുകളുണ്ട്. ഇന്നലത്തെ നമ്മുടെ ക്ലാസ് കേട്ടത് മുതലുള്ള കണക്കാണ് എടുക്കേണ്ടത്. അൽഹംദുലില്ലാ ഈ റബീഉൽ അവ്വലിൻ്റെ ഏകദേശം നമ്മൾ ക്ലോസ് ചെയ്യുന്ന സെപ്റ്റംബർ 15 വരെ അൽഹംദുലില്ലാ അതെല്ലാം പരമാവധി ഉപയോഗപ്പെടുത്തുക. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവിധ ഖൈറും ബറക്കത്തും നിഅമത്തും നമുക്ക് സ്വീകരിക്കാനും അതിൻ്റെ ബറക്കത്ത് സ്വീകരിക്കാനും അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. വആഖിറു കലാമി അൽഹംദുലില്ലാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. بسم الله ما شاء الله لا قوة إلا بالله ما شاء الله كل نعمة من الله ما شاء الله الخير كله بيد الله ما شاء الله لا يصرف السوء إلا الله بسم الله ما شاء الله لا قوة إلا بالله ما شاء الله كل نعمة من الله ما شاء الله الخير كله بيد الله ما شاء الله لا يصرف السوء إلا الله بسم الله ما شاء الله لا قوة إلا بالله ما شاء الله كل نعمة من الله ما شاء الله الخير كله بيد الله ما شاء الله لا يصرف السوء إلا الله